ആദ്യ അപ്ഡേറ്റ് തമിഴിൽ നിന്നാണ്. നമ്മുടെ ജയിലർ സിനിമയുടെ സെക്കൻഡ് പാർട്ടിന്റെ റീഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൂമേഴ്സ് നടക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, പടത്തിന് വീണ്ടും ഷൂട്ടിംഗ് ഒന്നുമില്ല. ഒരു മാസം പടത്തിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഓക്കെ തന്നെയാണ്. ഷൂട്ടിങ്ങിന്റെ ഒരു ആവശ്യമില്ല നിലവിൽ. കുറച്ച് പാച്ച് വർക്ക് ഷൂട്ടിംഗ് മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത്. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് എന്തായാലും ഈ ആഴ്ചത്തോടെ കംപ്ലീറ്റ് ആവുന്നതാണ് പാച്ച് വർക്ക് ഷൂട്ടിംഗ്. പടം എന്തായാലും സെപ്റ്റംബർ ഒക്ടോബർ തന്നെയാണ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നെൽസൺ രജനികാന്ത് ഒരു സൺ പിക്ചേഴ്സ് കോമ്പോയിൽ വരുന്ന ജയിലർ 2. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ധനുഷിന്റെ സിനിമേന്റെയാണ്. നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് D55 നമ്മുടെ മമ്മൂക്ക സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമയിലെ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ സായി പല്ലവിയൊക്കെ സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നുണ്ട്. എന്തായാലും പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ജൂലൈ 23 നമ്മുടെ ധനുഷിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച്. പടത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അതുപോലെ തന്നെ ഒരു ഗ്ലിംസ് വീഡിയോയുമാണ് പുറത്തുവരാൻ പോകുന്നത് ധനുഷിന്റെ പിറന്നാൾ ദിനത്തിന്റെ അന്ന് D55 സിനിമയുടെ ഭാഗത്ത് നിന്ന്. അടുത്ത അപ്ഡേറ്റ് സൂര്യ 47 സിനിമേന്റെയാണ്. നമ്മുടെ സൂര്യ 47 എന്ന് പറഞ്ഞ സിനിമ ജിത്തു മാധവനാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു പോലീസ് കോപ്പ് സിനിമയും കൂടിയാണ്. ഒരു ആക്ഷൻ അതുപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യലായിട്ട് നിർമ്മിച്ചു വരുന്ന സിനിമയാണ്. പടം എന്തായാലും ഈ വരുന്ന ജൂലൈ 23 ഒരു അപ്ഡേറ്റ് ഉണ്ട്. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കിഡ്ലൻ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വരുമെന്നാണ് കേൾക്കാൻ സാധിക്കും. നമ്മുടെ സൂര്യണ്ണന്റെ പിറന്നാൾ ദിനമായിട്ട് കാത്തിരിക്കാൻ നമുക്ക് സൂര്യ 47 സിനിമയുടെ ഫസ്റ്റ് ലുക്കിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് തലൈവർ 173 സിനിമേന്റെയാണ്. നിലവിൽ പടത്തിന്റെ ഫോട്ടോഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. ഇനി സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ജൂൺ മാസം തന്നെയാണ് പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. രജനികാന്തിന്റെ തലൈവർ 173 ജൂൺ 25 പടത്തിന്റെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് തമിഴിൽ തന്നെയാണ്. ചിയാൻ 63 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പടത്തിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ മുതൽ. എന്തായാലും പടത്തിൽ നമ്മുടെ റിയ ഷിബു ചിയാൻ വിക്രമിന്റെ ഷൂട്ടിംഗ് ആണ് നിലവിൽ കേൾക്കാൻ സാധിക്കും ആദ്യ ഷെഡ്യൂളിലായിട്ട്. എന്തായാലും നമ്മുടെ ചിയാൻ വിക്രം എന്തായാലും നാളത്തെ ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ചിയാൻ 63 സിനിമയുടെ കൂടുതൽ ഷൂട്ടിംഗ് അപ്ഡേറ്റിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. നമ്മുടെ പൃഥ്വിരാജ് നിസാം ബഷീർ കോമ്പോയിൽ വരാൻ പോകുന്ന സിനിമയാണ് ഐ ആം നോബഡി എന്ന് പറഞ്ഞ സിനിമ. ഒരു ഹൈസ്റ്റേക്കാണ് സിനിമയുടെ ടീസറിൽ കാണാൻ സാധിച്ചത്. എന്തായാലും പടം ഒരേ സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു പാൻ ഇന്ത്യൻ ലെവല്. പടം റിലീസ് പ്ലാൻ ചെയ്യുന്നത് ജൂലൈ മാസമാണ്. ജൂലൈ മാസം ആദ്യ വാരം എന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമ തിയേറ്റർ റിലീസ്. എന്തായാലും പടത്തിന്റെ ഭാഗത്ത് തമിഴ് പോസ്റ്റേഴ്സ് നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഐ ആം നോബഡി സിനിമയുടെ കൂടുതലായ അപ്ഡേറ്റ്സിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് കേരളത്തിലോട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു അന്യഭാഷ സിനിമയാണ് നാഗബന്ധം എന്ന് പറഞ്ഞൊരു സിനിമ. ഈ ഒരു സിനിമയുടെ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് മേടിച്ചത് ഗുഡ് ഫെലോസ് ഫിലിംസ് ആണ്. ഈ ഒരു ചിത്രം തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ജൂലൈ മാസം 3 എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു അന്യഭാഷ സിനിമയുടെ തിയേറ്റർ റിലീസിനായിട്ട് ജൂലൈ മാസം 3. അടുത്ത അപ്ഡേറ്റ് തെലുങ്കിൽ തന്നെയാണ്. നമ്മുടെ പ്രഭാസ് നാഗാശ്വിൻ കോമ്പോയിൽ വരാൻ പോകുന്ന സിനിമയാണ് കൽക്കി സിനിമയുടെ സെക്കൻഡ് പാർട്ട് 2898 AD എന്ന് പറഞ്ഞ സിനിമ. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ വീണ്ടും അടുത്ത ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഷെഡ്യൂള് ജൂലൈ മാസം ആദ്യ വാരമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പടം തിയേറ്റർ റിലീസ് നിലവിൽ പ്ലാനിങ് വെച്ച് നോക്കുമ്പോൾ ഡിസംബർ മാസം അടുത്ത വർഷമാണ് പ്ലാൻ ചെയ്യുന്നത്, 2027 ഡിസംബർ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പ്രഭാസിന്റെ വമ്പൻ ചിത്രത്തിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബെൻസ് പടത്തിന്റെയാണ്. നമ്മുടെ റാഘവ് ലോറൻസ് അഭിനയിച്ച് വരാൻ പോകുന്ന അടുത്ത സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ് ലോകേഷിന്റെ ബെൻസ് എന്ന് പറഞ്ഞ സിനിമ. ഭാഗ്യരാജ് കണ്ണനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സായി അഭ്യങ്കറാണ് സിനിമയിൽ മ്യൂസിക്. പടത്തിന്റെ ഷൂട്ടിംഗ് ജൂൺ 10 കംപ്ലീറ്റ് ആവുന്ന അടുത്ത ഷെഡ്യൂളിലൂടെ. രവിമോഹനും സിനിമയിൽ ജോയിൻ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സ്റ്റില്ലും നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ജോയിൻ ആയെന്ന രീതിയിൽ. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ബെൻസ് പടത്തിന്റെ കൂടുതലായ അപ്ഡേറ്റ്സിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് വിജയ് ആന്റണിയോട് വരാൻ പോകുന്ന 100 സാമി സിനിമേന്റെയാണ്. പടത്തിന്റെ ട്രെയിലർ ജൂൺ മാസം 8 പുറത്തു വരാൻ പോവുകയാണ്. ഇന്ന് പടത്തിന്റെ ട്രെയിലർ നിലവിൽ പുറത്തു വരാൻ പോവുകയാണ് വൈകുന്നേരത്തോടെ. ജൂൺ 19 സിനിമ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ പിച്ചക്കാരൻ സിനിമയുടെ സംവിധായകനാണ് അദ്ദേഹത്തിന്റെ 100 സാമി എന്ന് പറഞ്ഞ സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും ബാലാജി സിറമാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. കാത്തിരിക്കാൻ നമുക്ക് ചിത്രത്തിന്റെ ട്രെയിലറിനായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ അഥർവയോടെ വരാൻ പോകുന്ന സിനിമയായ ഹിദയം മുരളി എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ അഥർവ, അതുപോലെ തന്നെ കൈതു ലഹാർ, നട്രാജ്, പ്രീതി മുകുന്ദൻ എന്നിവരൊക്കെയാണ് പടത്തിൽ കാസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. എസ് തമനാണ് സിനിമയിലെ മ്യൂസിക്. ആകാശ് ഭാസ്കരനാണ് സംവിധാനം ചെയ്യുന്നത്. പടത്തിന്റെ അഥർവയുടെ ഡബ്ബിംഗ് വർക്ക് നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പടം എന്തായാലും ജൂലൈ മാസമാണ് 10 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിജയ് സേതുപതി, സംയുക്ത മേനോൻ, അതുപോലെ തന്നെ ദുർഗ, വിജയ്, ടബു എന്നിവർ അഭിനയിച്ച സ്ലം ഡോഗ് സിനിമയുടെ അപ്ഡേറ്റ് തന്നെയാണ്. പടത്തിന്റെ ടീസർ ഇന്ന് നിലവിൽ വൈകുന്നേരം 6 പുറത്തു വരാൻ പോവുകയാണ്. നമ്മുടെ പുരി ജഗന്നാഥാണ് സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ വിജയ് ദേവരങ്കോണ്ട് ലൈഗർ സിനിമയുടെ സംവിധായകൻ. എന്തായാലും നല്ലൊരു കംബാക്ക് തന്നെ ആയിരിക്കും ആ ഒരു ഡയറക്ടറിന്റെ ഭാഗത്ത് നിന്ന്. സ്ലം ഡോഗ് എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് നിന്ന് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ടീസറിനായിട്ട്.
അടുത്ത അപ്ഡേറ്റ് നമ്മുടെ മലയാളം തന്നെയാണ്. നമ്മുടെ പൃഥ്വിരാജിന് വരാൻ പോകുന്ന മറ്റൊരു ഹൊറർ സിനിമയുടെ അനൗൺസ്മെന്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ രാഹുൽ സദാശിവന്റെ സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജാണ് കേന്ദ്ര കഥാപാത്രത്തോട് അഭിനയിക്കാൻ പോകുന്നത്. അടുത്തൊരു ഹൊറർ സിനിമയ്ക്ക് കാത്തിരിക്കുന്ന ചെയ്യുക മലയാള സിനിമാ പ്രേമികളെ. നമ്മുടെ വൈനോട് സ്റ്റുഡിയോസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അദ്ദേഹത്തിന്റെ 4ാമത്തെ സിനിമയാണ് രാഹുൽ സദാശിവന്റെ ഡൈസറ ഭൂതകാലം പ്രമേയം സിനിമയ്ക്ക് ശേഷം നമ്മുടെ പൃഥ്വിരാജായിട്ടുള്ള കൊളാബറേഷൻ. എന്തായാലും അദ്ദേഹം ഇതുകൊണ്ടാണ് സന്തോഷ് ട്രോഫി സിനിമയിൽ നിന്ന് പിൻവാങ്ങി എന്ന് വ്യക്തമാകുന്നു. എന്തായാലും നല്ലൊരു പ്രൊജക്ട് തന്നെ ആയിരിക്കും, നല്ല ഹൈ പൊട്ടൻഷ്യൽ. ഇതിലും പടത്തിന്റെ ഷൂട്ടിംഗ് തന്നെ ഉടൻ ആരംഭിക്കുന്നതാണ്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.